വട്ടിയൂർക്കാവിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ നാടകീയ സംഭവങ്ങൾ. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ സ്ഥാനാർത്ഥിയുടെ പേര് പറയാത്തതോടെ ശ്രീലേഖ പിണങ്ങി ഓഡിറ്റോറിയത്തിന് പുറത്തേക്കിറങ്ങി. വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ എഴുന്നേറ്റു പോയെന്ന് അറിഞ്ഞത്. ഈ മീറ്റിംഗ് നമ്മളുടെ ഏറെ ബഹുമാനായ ശ്രീലേഖാജിയുടെ ഒരു ക്യാമ്പയിൻ മീറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ശ്രീലേഖാജിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബി.ജെ.പി പ്രവർത്തകർ ഏറെ നേരം സംസാരിച്ച് അനുനയിപ്പിച്ചാണ് ശ്രീലേഖയെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ IPS. ഈ ശ്രീലേഖ IPSനെ കുറച്ച് കഴിഞ്ഞപ്പോഴും കാണുന്നില്ല. സംഭവം എന്താണെന്നറിയാം, പണിങ്ങി ഓടി. ഞാൻ മിണ്ടില്ല നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പണിങ്ങി അങ്ങ് പോയി. കാരണം എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അതായത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകാൻ പോകുന്നത് ഈ ശ്രീലേഖ എന്ന് പറയുന്ന IPSകാരിനെ കൊണ്ട് തന്നെയാണ്. അതായത് അവർക്കൊന്നും ശരിക്കും അവരൊക്കെ ഈ സർവീസിലിരിക്കുമ്പോൾ എന്തോ ഒരു കൊണാണ്ടറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വേറെ എന്തോ ആണ്, അവർ പ്രവർത്തിക്കുന്നത് വേറെ എന്തോ ആണ്. ഇപ്പോഴും ഇത് കാണുമ്പോൾ ചിരിയല്ലേ വരുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലറാക്കി. ആ കൗൺസിലറാക്കിയപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയാം, എനിക്ക് മേയർ ആകണമെന്ന്. അതായത് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP പാർട്ടിയിൽ പ്രവർത്തിച്ച് ഏറും ചെളിയും പിന്നെ ഇതും കൊണ്ട ആൾക്കാർക്ക് ഒരു വിലയുമില്ലാതെ ഇവർക്ക് നേരിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ഇതാകണമെന്ന്, ചെയർമാനാകണം. അതായത് മറ്റേ കോർപ്പറേഷൻ കൗൺസിൽ ഇതാകണം, കോർപ്പറേഷൻ ചെയർമാനാകണം. കോർപ്പറേഷൻ ചെയർമാൻ തന്നെയല്ലേ? അവർക്ക് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയർ ആകണം. അങ്ങനെ മേയർ ആകണം എന്ന് പറഞ്ഞിട്ട് അവരൊരു കുഴപ്പമുണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥികൾ, അതായത് കോർപ്പറേഷനിൽ ജയിച്ചവരെല്ലാം ഡൽഹിയിലേക്ക് പോയിട്ട് നരേന്ദ്രമോദിയുടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിൽ പോകാതെ മാറി നിൽക്കുകയും അങ്ങനെ എന്നും BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഇവരെ എന്തിനാണ് BJP ചുമന്ന് നടക്കുന്നതെന്ന് മാത്രം നമുക്കറിയില്ല. അത്രമാത്രം പ്രാധാന്യം ഇവർക്ക് എന്താണ് ഉള്ളത് എന്നും നമുക്കറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും, അതായത് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു രാജീവ് ചന്ദ്രശേഖർ അവരുടെ വലിയ ആളാണ്. അതായത് അവരുടെ പ്രസിഡന്റ് ആണെന്നാണ് പറയുന്നത്. അയാൾക്ക് ഒരു ബലിയും കൽപ്പിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ പേര് പറയാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ചെറിയ 5 വയസ്സുള്ള കുട്ടികൾ എനിക്ക് മുട്ടായി തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആ പീപ്പിളി തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പം കൊടുൂലേ. ഒരു അവസ്ഥയിലേക്കാണ് ഈ സ്ത്രീ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ അധികാരം കിട്ടിയപ്പോഴേ തല മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിന്നെ ടെൻഷനിലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ പ്രായം ചിലപ്പോൾ 5 വയസ്സിലേക്ക് പോകാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 15 വയസ്സ് കൂടുതലായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രായത്തിൽ തന്നെ ഇവർ സംസാരിക്കും. അതുകൊണ്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. സത്യം പറയാ, BJP നേതാക്കളോട് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ടീമുകളെ അവിടെ കയറ്റി എത്തിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ ഇതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്ത് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലായത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? അല്ല, ഈ സ്ത്രീ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ജയിക്കൂലേ? അല്ല, ഈ സ്ത്രീ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ തോക്കൂലേ? അല്ലെങ്കിൽ ഈ സ്ത്രീ ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ വരില്ലേ? അപ്പൊ ഇവരെ തന്നെ വേണമെന്നും ഇവര് തന്നെയാണ് ജയിക്കാൻ സാധ്യതയുള്ളതെന്നും അതൊന്നുമല്ല. അവിടെ കോർപ്പറേഷൻ ഭരണത്തിൽ ഉണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം, ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരിയായ ഒരു മേയറായിട്ട് ആര്യ രാജേന്ദ്രനെ കാണുന്നു. അതുകൊണ്ട് മാത്രം അവിടെയുള്ള ആൾക്കാരൊക്കെ വോട്ട് മറച്ചു കുത്തിയത് കൊണ്ട് മാത്രമാണ് അവിടെ ജയിച്ചത്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വരണമെന്നില്ല. അല്ലാതെ അവിടെ ശ്രീലേഖ IPS എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു കെയർ ഓഫിലൊന്നും അല്ല അവിടെ ജയിച്ചത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ അവിടെ കൊണ്ടിരുത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ അവിടെ കൊണ്ടുപോയിട്ട് വിജയിപ്പിച്ചിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അവര് പിന്നീട് ഷാജന് കൊടുത്ത അഭിമുഖങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഷാജ അതൊന്നും വേണ്ടായിരുന്നു, വേണ്ടാന്ന് വെക്കണം. കാരണം ഇവരെന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇവർക്ക് തോന്നി, അയ്യോ പറഞ്ഞത് കുറ്റമായി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ഷാജന്റെ കാല് പിടിച്ചു. ഷാജൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് മുഴുവനായിട്ട് വിടില്ല, ഞാൻ എഡിറ്റ് ചെയ്യുന്നു. എന്ത് എഡിറ്റ് ചെയ്തത്? ഒന്നും എഡിറ്റ് ചെയ്യില്ല. ഇവരുടെ ആ ഒരു ഇത് പോയി, അത്രയേ ഉള്ളൂ. അതായത് സർവീസിൽ ഇരിക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഒരു അധികാരം പോലും വിനിയോഗിക്കാതെ തൻ്റെ ശമ്പളം, തൻ്റെ നിലനിൽപ്പ്, തൻ്റെ ഇത് മാത്രം നോക്കിയിട്ട് പൂതിപ്പിടിച്ച് നിന്നവര് ഇപ്പോഴും പറയുകയാണ്, ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തലസ്ഥാനത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു MLA ആയി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഒന്നും ചെയ്യില്ല.
അതായത് ഒരു വസ്തു ഇവർ ചെയ്യത്തില്ല. ഇനി ഇവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വസ്തുവും ചെയ്യത്തില്ല. കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരങ്ങളും ഇതും മാത്രമാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്, IPS ഓഫീസറാണ്, മറ്റുള്ള ഒരുത്തൻ്റെ അടുത്ത് നിന്നും ഇതുപോലെയുള്ള മോശമായ പരിപാടികൾ വരുമ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ എന്താ ചെയ്യാറിയാ, ചപ്പ നോക്കിയിട്ട് നാക്കുവാടുന്ന അത്ര പറഞ്ഞു വിടുവായ്യ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് തൊഴുതിട്ട് സറയെ നിങ്ങൾ എൻ്റെ സഹോദരനാണ്. നാണവും മാനമുണ്ട്. ഈ സഹോദരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ ഇവർക്ക്? ഒരുത്തൻ എന്തോ ഹിസ്സടിക്കണം എന്നാ എന്തൊരു വർത്താനാണ്. എന്നിട്ട് സഹോദരനാണ് പറയും. സഹോദരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ഇവരോടൊക്കെ എന്ത് പറയാനാണ്? ഇപ്പോഴിവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ കേന്ദ്രമന്ത്രിയെയും നേതാക്കന്മാരെയും എല്ലാവരെയുമാണ് ശരിക്കും അപമാനിച്ചിരിക്കുന്നത്. ഈ വാർത്ത നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു പ്രസിഡന്റ് അവിടെ കിടന്നിട്ട് എവിടെ ശ്രീരേഖ എവിടെ ഇപ്പൊ ഇവിടെ കണ്ടില്ലല്ല, എവിടെ പോയി, ആരോടും പറയാതെയാണോ ശ്രീരേഖയെ പോകുന്നത് എന്ന് നോക്കിയിട്ട് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീരേഖയെ അന്വേഷിച്ചു പോകുന്നു. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് വെളിയിലിരിക്കുന്നത്. എന്താ ശ്രീരേഖ ചേച്ചി ഇവിടെ ഇരുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ല. അതിനവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്നാലും എൻ്റെ പേര് ആദ്യം പറയണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ പോലെ പൊട്ടിക്കരയുന്ന ഒരു കണക്കിന് BJP എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിൽ ഒരു കോമാളിത്തരം തന്നെയാണ് കാട്ടുന്നത്. അതായത് വോട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത കുറേ എണ്ണത്തിനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തും പിത്തും അറിയാത്ത മാരാറെ പോലെയുള്ള ടീമിനെ കൊണ്ടുവന്ന് എവിടെയോ നിർത്തിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഈ തൃക്കാക്കരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കോമാളി പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി അല്ല വേണ്ടത്. ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ വന്ന് ഒരുത്താനല്ല വേണ്ടത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ BJPയുടെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും നിന്നിട്ട് വിജയം കൊയ്യേണ്ടതിന് പകരം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അടിമപ്പെട്ടിട്ട് അങ്ങ് കൊടുത്തിരിക്കുക. എന്നിട്ട് അതിന് A ക്ലാസ് മണ്ഡലം B ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ് തരവും തിരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ജനങ്ങൾ ഉള്ള വോട്ടും കൂടി പോകുന്നല്ലാതെ ഇവറ്റകളെ കൊണ്ട് യാതൊരുവിധ ഉപകാരവും കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന, പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വേർപ്പൊഴുക്കിയ അല്ലെങ്കിൽ ഒരുപാട് അടികൊണ്ട അവരായിരിക്കണം സ്ഥാനാർത്ഥികൾ. ഇവിടെ ഇപ്പോൾ അതാണോ? ഇനിയിപ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് പുതിയ ആൾക്കാർ വരും. കാര്യം എന്താ? അവർക്കൊന്നും അടിയും കൊള്ളണ്ട, ഒന്നും ചെയ്യേണ്ട, വെറും ബിസിനസ് മാത്രമാണ് ഈ സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് ഇനി വരും. അവിടെയുള്ള വേർപ്പൊഴുക്കുന്ന ചില ഈ BJPക്കാരായാലും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് പോലും കിട്ടാനും പോകുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാർ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മാറിയിട്ടും പിടിച്ചിട്ടൊക്കെ ഒരു വളരെ വരും. അവർക്കെന്ന് പറഞ്ഞാൽ സീറ്റും കൊടുക്കും, അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങളും കൊടുക്കും, കാര്യങ്ങളെല്ലാം കൊടുക്കും. അവരെ എന്നിട്ട് വലിയ സ്ഥാനത്ത് ഇരുത്തിക്കുകയും ചെയ്യും. അപ്പോഴും അവിടെ വെള്ളം കോരിയ അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച BJP പ്രവർത്തകർ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലാവുന്ന ഒരവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ BJPയുടെ ഈ ഒരു എന്താ പറയുക നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഏതൊരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നില്ല ഒരുത്തൻ ഇതുപോലെ തന്നെ ജീവൻ ഒടുക്കിയിരുന്നു. അവൻ ഒരുപാട് വെള്ളം കോരിയതാണ്. അവനൊരുപാട് ഇത് വളർത്താൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് പരിശ്രമിച്ചാണ്. അവസാനം എന്ന് പറഞ്ഞാൽ അവന് സീറ്റ് കൊടുക്കാതെ അവനെ തഴഞ്ഞിട്ട് വേറെ ആയിരിക്കും കൊടുത്ത്. അത് താങ്ങാൻ കഴിയാതെ അവനെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കളഞ്ഞ്. അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. എന്ന് പറയുന്നത് എന്തെങ്കിലും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് അറിയുന്ന ആരെങ്കിലും കൊണ്ടുപോയി നിർത്തുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ജയിച്ച് കയറി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം പറയാൻ വേണ്ടി പറ്റും. അവരോട് പോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ എനിക്കൊന്നും അറിയില്ല കേട്ടോ, നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത് എന്ന് പറയും. അതാ പറയുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.